ജെറമിയ 21 അധ്യായം. ജെറൂസലേം നശിപ്പിക്കപ്പെടും. സെദക്കിയ രാജാവ് മൽക്കിയായുടെ മകനായ പാഷൂറിനെയും മാസയായുടെ മകനായ പുരോഹിതൻ സഫനിയായെയും ജെറമിയയുടെ അടുക്കൽ അയച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് ആരായുക? ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് അവനെ പിന്തിരിപ്പിച്ചേക്കാം. ജെറമിയ അവരോട് പറഞ്ഞു, സെദക്കിയായോട് പറയുക, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ ഉപരോധിച്ചുകൊണ്ട് നഗരഭിത്തികൾക്ക് പുറത്തു നിൽക്കുന്ന ബാബിലോൺ രാജാവിനോടും കൽദായ സൈന്യത്തോടും നിങ്ങൾ പൊരുതുകയാണല്ലോ. നിങ്ങൾ വഹിക്കുന്ന ആയുധങ്ങൾ ഞാൻ വാങ്ങി നഗരമധ്യത്തിൽ കൂമ്പാരം കൂട്ടും. ഞാൻ തന്നെ കരുത്തുറ്റ കരം നീട്ടി രോഷത്തോടെ, കോപത്തോടെ, ക്രോധത്തോടെ നിങ്ങളോട് യുദ്ധം ചെയ്യും. ഈ നഗരവാസികളെ ഞാൻ പ്രഹരിക്കും. മനുഷ്യരും മൃഗങ്ങളും മഹാമാരിയിൽ മരിക്കും. അതിനുശേഷം ഞാൻ യൂദാരാജാവായ സെദക്കിയായെയും ദാസന്മാരെയും പകർച്ചവ്യാധിയിൽ നിന്നും വാളിൽ നിന്നും പട്ടിണിയിൽ നിന്നും രക്ഷപ്പെട്ട നഗരവാസികളെയും ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെയും അവരുടെ ശത്രുക്കളുടെയും അവരുടെ ജീവനെ തേടുന്നവരുടെയും കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കും. അവൻ അവരെ വാളിനിരയാക്കും. ദയയോ ദാക്ഷിണ്യമോ അനുകമ്പയോ കാണിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു. ഈ ജനത്തോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ജീവന്റെയും മരണത്തിന്റെയും മാർഗങ്ങൾ ഇതാ നിങ്ങളുടെ മുൻപിൽ ഞാൻ വയ്ക്കുന്നു. നഗരത്തിൽ തങ്ങുന്നവൻ വാളാലും പട്ടിണിയാലും പകർച്ചവ്യാധിയാലും മരിക്കും. എന്നാൽ പുറത്തിറങ്ങി നിങ്ങളെ വളഞ്ഞിരിക്കുന്ന കൽദായർക്ക് കീഴടങ്ങുന്നവൻ ജീവിക്കും. യുദ്ധത്തിന്റെ സമ്മാനമെന്ന നിലയിൽ അവന് തന്റെ ജീവൻ കിട്ടും. എന്തെന്നാൽ എൻ്റെ മുഖം ഈ നഗരത്തിന് നേരെ നന്മയ്ക്കായിട്ടല്ല തിന്മയ്ക്കായിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നു. ബാബിലോൺ രാജാവിൻ്റെ കൈകളിൽ അത് ഏൽപ്പിക്കപ്പെടും. അവൻ അത് അഗ്നിക്കിരയാക്കും. രാജാക്കന്മാർക്ക് ശിക്ഷ. യൂദാ രാജാവിൻ്റെ ഭവനത്തോട് നീ പറയുക, കർത്താവിൻ്റെ വാക്ക് കേട്ടുകൊള്ളുവിൻ. ദാവീദിന്റെ ഭവനമേ, കർത്താവ് അരുളി ചെയ്യുന്നു, പ്രഭാതത്തിൽ നീതി നിർവഹിക്കുക. കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം എൻ്റെ കോപം തീ പോലെ കുതിച്ചുയരും. ആർക്കും ശമിപ്പിക്കാനാവാത്ത വിധം അത് ആളിക്കത്തും. സമതല മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടിൽ പാർപ്പിടമുറപ്പിച്ചവരെ, ഞാൻ നിങ്ങൾക്ക് എതിരാണ്. കർത്താവ് അരുളി ചെയ്യുന്നു. ആര് ഞങ്ങൾക്കെതിരെ വരും? ആര് ഞങ്ങളുടെ വാസസ്ഥലത്ത് പ്രവേശിക്കും എന്ന് നിങ്ങൾ ചോദിക്കുന്നു. നിങ്ങളുടെ പ്രവൃത്തിക്കൊത്ത് ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. അവരുടെ വനത്തിന് ഞാൻ തീ കൊളുത്തും. അത് ചുറ്റുമുള്ളതെല്ലാം ദഹിപ്പിച്ചു കളയും. കർത്താവ് അരുളി ചെയ്യുന്നു.